ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയുമായി ബന്ധപ്പെട്ട് സ്പീഷീസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സ്പീഷീസ് ഇൻ ന്യൂസിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു ഫിഷിനെയാണ്, ഒരു മീനെയാണ്. ആ ഫിഷിന്റെ പേര് ഗോൾ ഫിഷ് എന്നാണ്. GHOLFISH, ഗോൾ ഫിഷ്. ഇന്റർനാഷണൽ മാർക്കറ്റിലടക്കം വളരെ വാല്യൂ ഉള്ള, അതായത് മണി വാല്യൂ ഉള്ള, ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫിഷാണ് ഗോൾ ഫിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗോൾ ഫിഷ് ഇത്തവണത്തെ എക്സാമിൽ, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒന്നാണ്. അതായത് കേരള PSC, SSC തുടങ്ങി UPSC അടക്കമുള്ള എല്ലാ പരീക്ഷകളിലും നമ്മൾ ഈ ഗോൾ ഫിഷിനെ കുറിച്ചൊരു ചോദ്യം പ്രതീക്ഷിക്കണം. കാരണം ഇത് റീസെൻ്റ്ലി ന്യൂസിൽ ഒരുപാട് തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ന്യൂസ് എന്തായിരുന്നു? പ്രധാനപ്പെട്ട ന്യൂസ്, ഗോൾ ഫിഷിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ന്യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗുജറാത്ത് റീസെൻ്റ്ലി ഡിക്ലെയർഡ് ദ ബ്ലാക്ക് സ്പോട്ടഡ് ക്രോക്കർ, ലോക്കലി നോൺ ആസ് ദ ഗോൾ ഫിഷ്, ആസ് ദ സ്റ്റേറ്റ് ഫിഷ് ഓഫ് ഗുജറാത്ത് സ്റ്റേറ്റ്. അപ്പോൾ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം ഗോൾ ഫിഷ് എന്ന് പറയുന്ന ഫിഷിനെ അതിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ് ഫിഷായിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഗുജറാത്തിൻ്റെ സ്റ്റേറ്റ് ഫിഷാണ് ഇപ്പോൾ ഈ പറയുന്ന ഗോൾ ഫിഷ് എന്ന് പറയുന്നത്. ഗോൾ ഫിഷ് എന്ന് നമ്മളിവിടെ ലോക്കലി വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് സ്പോട്ടഡ് ക്രോക്കർ എന്നാണ് ഈ ഫിഷിന്റെ പേര്. ബ്ലാക്ക് സ്പോട്ടഡ് ക്രോക്കർ അഥവാ ഗോൾ ഫിഷിനെ ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ സംസ്ഥാന മത്സ്യമായിട്ട് അവര് അംഗീകരിച്ചു അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്. ഇനി നമുക്ക് ഈ ഗോൾ ഫിഷിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. ദ ഗോൾ ഫിഷ് ഈസ് പ്രൈമർലി ഫൗണ്ട് ഇൻ ദ ഇൻഡോ പസഫിക് റീജിയൻ. അതായത് നമ്മുടെ ഇന്ത്യൻ ഓഷൻ റീജിയനിലും പസഫിക് ഓഷൻ റീജിയനിലുമായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു മത്സ്യസമ്പത്താണ് ഈ ഗോൾ ഫിഷിന്റെ മത്സ്യസമ്പത്ത് എന്ന് പറയുന്നത്. അപ്പം ഗോൾ ഫിഷിനെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇൻഡോ പസഫിക് റീജിയനിലാണ്. ഇത് ഇനി പർട്ടിക്കുലർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഹാബിറ്റാറ്റ് സ്പാൻസ് ഫ്രം ദ പേർഷ്യൻ ഗൾഫ് ടു ദ എക്സ്പാൻസീവ് വാട്ടേഴ്സ് ഓഫ് ദ പസഫിക് ഓഷൻ. നമ്മുടെ പേർഷ്യൻ ഗൾഫ് മുതൽ ഈ പറയുന്ന പസഫിക് ഓഷന്റെ എക്സ്റ്റൻഷൻ വരെയും നമുക്ക് ഈ ഗോൾ ഫിഷിന്റെ ഹാബിറ്റാറ്റ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. അപ്പൊ ജനറലി പറയുകയാണെങ്കിൽ ഇൻഡോ പസഫിക് റീജിയനിലാണ് എന്ന് പറയാം. കുറച്ചുകൂടി പർട്ടിക്കുലർ ആയിട്ട് പറയുകയാണെങ്കിൽ പേർഷ്യൻ ഗൾഫ് മുതൽ അങ്ങോട്ട് പസഫിക് ഓഷന്റെ എക്സ്റ്റൻഷൻ വരെയും നമുക്ക് ഈ ഗോൾ ഫിഷസിനെ കാണാനായിട്ട് കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്റർനാഷണൽ മാർക്കറ്റിൽ വളരെ ഡിമാൻഡ് ഉള്ള ഒരു മത്സ്യമാണ് ഗോൾ ഫിഷ് എന്ന് പറയുന്നത്. ദ ഗോൾ ഫിഷ് ഹാസ് എ സബ്സ്റ്റാൻഷ്യൽ മാർക്കറ്റ് ഡിമാൻഡ് ഇൻ ചൈന ആൻഡ് അതർ ഏഷ്യൻ കൺട്രീസ്. നോട്ട് ഓൺലി ഇൻ ഏഷ്യൻ കൺട്രീസ് ബട്ട് ആൾസോ ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ അടക്കം, അതായത് ഓൾ ഓവർ ദ വേൾഡ് വളരെ ഡിമാൻഡ് ഉള്ള ഒരു മത്സ്യമാണ്. ഇതിൽ നമ്മുടെ ഏഷ്യൻ കൺട്രീസിൽ, പർട്ടിക്കുലർലി ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഇതിന് പ്രത്യേകമായ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയാം. ദിസ് ഗോൾ ഫിഷ് ഈസ് ഓൾസോ നോൺ ആസ് ദ സീ ഗോൾഡ് ഫോർ ഇറ്റ്സ് ഹൈ മാർക്കറ്റ് വാല്യൂ. ഇതിന്റെ ആ ഒരു ഉയർന്ന മാർക്കറ്റ് വാല്യൂ കാരണം സീ ഗോൾഡ് എന്നറിയപ്പെടുന്ന ഫിഷ് കൂടിയാണ് ഗോൾ ഫിഷ്. അപ്പൊ അങ്ങനെയും നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. സീ ഗോൾഡ് എന്നറിയപ്പെടുന്ന ഫിഷ് ഏതാണെന്നുള്ള രീതിയിൽ നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഗോൾ ഫിഷ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗോൾ ഫിഷ് എന്ന് പറയുന്ന മത്സ്യമാണ് സീ ഗോൾഡ് എന്ന പേരിൽ അറിയപ്പെടുക. ഇറ്റ്സ് മീറ്റ് ഈസ് എക്സ്പോർട്ടഡ് ടു യൂറോപ്യൻ ആൻഡ് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ്. ഇതിന്റെ മാംസം പ്രോസസ് ചെയ്തിട്ട് യൂറോപ്പിലേക്കും മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലേക്കും ഒക്കെ അയക്കും. വൈൽ, ശ്രദ്ധിക്കുക, ഇനി പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആണ്, വൈൽ ദ ഡ്രൈഡ് എയർ ബ്ലാഡർ ഈസ് ഇൻ ഹൈ ഡിമാൻഡ് എസ്പെഷ്യലി ഇൻ ചൈന. ചൈന പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇതിന്റെ എയർ ബ്ലാഡർ, ഈ മത്സ്യത്തിന്റെ എയർ ബ്ലാഡറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മത്സ്യത്തിനെ എയറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ സഹായിക്കുന്നതിന്റെ എയർ ബ്ലാഡറുകളാണ്. അപ്പൊ ഈ ഗോൾ ഫിഷിന്റെ ഉണക്കിയ ഡ്രൈഡ് എയർ ബ്ലാഡറിന് ചൈന പോലുള്ള രാജ്യങ്ങളിൽ വൻ ഡിമാൻഡാണുള്ളത്. കാരണം ഇതിന് ചില ഔഷധ ഗുണങ്ങളുണ്ടെന്നും അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള പല ഔഷധങ്ങളിലും കൂട്ടായിട്ട് ഉപയോഗിക്കുന്നത്, ഔഷധക്കൂട്ടായിട്ട് ഈ ഡ്രൈഡ് എയർ ബ്ലാഡർ ഓഫ് ഗോൾ ഫിഷ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചൈനയിലേക്ക് ഇതിന്റെ എയർ ബ്ലാഡറുകൾ ഉണക്കി ഡ്രൈ ചെയ്ത് അയക്കുന്നുണ്ട്. മാർക്കറ്റ് വാല്യൂ ഒക്കെ കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും. ദ ഡ്രൈഡ് എയർ ബ്ലാഡർ കൺസിഡേർഡ് ആസ് ദ കോസ്റ്റ്ലിയസ്റ്റ് പാർട്ട് ക്യാൻ റീച്ച് എമൗണ്ട്സ് ആസ് ഹൈ ആസ്
25,000 a kilogram in the export market. അപ്പൊ എക്സ്പോർട്ട് മാർക്കറ്റിൽ 25,000 രൂപയോളം വിലയുണ്ട് 1 കിലോ ഡ്രൈഡ് എയർ ബ്ലാഡറിന്. അപ്പൊ ഗോൾഡ് ഫിഷിന്റെ എയർ ബ്ലാഡർ ഡ്രൈ ചെയ്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പർട്ടിക്കുലർലി ചൈന അടക്കമുള്ള രാജ്യങ്ങളിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 25,000 രൂപയോളം മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ എക്സ്പോർട്ട് മാർക്കറ്റ് വാല്യൂ ഉണ്ട് ഇതിന്റെ ഈ എയർ ബ്ലാഡറിന് എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി ഈ ഗോൾഡ് ഫിഷിനെ റെഗുലർലി ഈറ്റ് ചെയ്താൽ അല്ലെങ്കിൽ റെഗുലർലി കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ചില ഗുണങ്ങളുണ്ട്. അതിലൊന്ന് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ഐ ഹെൽത്ത്. നമ്മുടെ കാഴ്ചയ്ക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ് ആൻഡ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഐസൈറ്റ്. കാഴ്ചയെ മുന്നോട്ട് നമുക്ക് കാഴ്ചക്കുറവൊന്നും ഇല്ലാതെ ജീവിതകാലം മുഴുവൻ നല്ല ഐസൈറ്റോടു കൂടിയൊക്കെ ജീവിക്കാൻ ഈ പറയുന്ന ഗോൾഡ് ഫിഷ് റെഗുലർ ആയിട്ട് കൺസ്യൂം ചെയ്താൽ മതി എന്നൊക്കെയാണ് ആരോഗ്യ വിദഗ്ധർ പറയുക. ആൻഡ് ദ കൊളാജൻ കണ്ടന്റ് ഇൻ ദ ഗോൾഡ് ഫിഷ് പ്രിവെന്റ്സ് wrinkles and also keeps the elasticity of the skin intact. അപ്പോൾ ഈ മത്സ്യത്തിലുള്ള ഒരു കൊളാജൻ കണ്ടന്റ് നമ്മുടെ ശരീരം ചുളിയുന്നത് തടയുന്നു, നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വീഴുന്നത് തടയുന്നു. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ പ്രിവെന്റിങ് ദ ഏജിങ്, അതായത് നമുക്ക് പ്രായമാകുന്നത് തടയുന്ന ഒരു കൊളാജൻ കണ്ടന്റ് ഈ മത്സ്യത്തിൽ ഉണ്ട് എന്നാണ് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇതിലുള്ള കൊളാജൻ കണ്ടന്റ് നമ്മുടെ പ്രായം കൂടുന്നതിനെ തടയുന്നു. നമുക്ക് പ്രായം കൂടുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ നഷ്ടപ്പെടുന്നതും അത് ചുളിവുകൾ വീഴുന്നതും. അപ്പൊ ആ വ്രിങ്കിൾനെസ്സിനെ പ്രിവെന്റ് ചെയ്യുകയും സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യാനായിട്ട് ഇതിലുള്ള കൊളാജൻ കണ്ടന്റിന് സാധിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫിഷിലുള്ള ദ omega-3 കണ്ടന്റ് ഇൻ ഗോൾഡ് ഫിഷ് ഇംപ്രൂവ്സ് ദ ഇന്റലിജന്റ് കോഷ്യന്റ്. അതായത് omega-3 കണ്ടന്റ്, അതായത് ഗോൾഡ് ഫിഷിലുള്ള omega-3 കണ്ടന്റ് മനുഷ്യരിലെ IQ ഇന്റലിജന്റ് കോഷ്യന്റ് ഇംപ്രൂവ് ചെയ്യാൻ നല്ലതാണ്. അതായത് കുട്ടികൾക്ക് റെഗുലർ ആയിട്ട് ഗോൾഡ് ഫിഷിന്റെ മീറ്റ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗോൾഡ് ഫിഷിനെ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അവരുടെ IQ ലെവൽ വർദ്ധിക്കുമെന്നാണ് പറയുക. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് ബ്രെയിൻ സെൽസ് എന്നുള്ളതാണ് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇതിന് എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും മാർക്കറ്റ് വാല്യൂ ഉള്ളതിന്റെ കുറെ റീസൺസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ മത്സ്യത്തിന്റെ ഈ ഒരു യുണീക്നെസ്സും ഈ ഒരു ഹൈ എക്കണോമിക് വാല്യൂവും എല്ലാം കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിനെ ഗുജറാത്തിന്റെ സ്റ്റേറ്റ് ഫിഷ് ആയിട്ട് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തത് എന്ന് മനസ്സിലാക്കുക. ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ IUCN റെഡ് ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നിയർ ത്രട്ടൻഡ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഗോൾഡ് ഫിഷിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഇതിനെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ IUCN റെഡ് ലിസ്റ്റിൽ നിയർ ത്രട്ടൻഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഇത് വരിക എന്ന് ഓർക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. Aspire, enroll, achieve.